നമ്മൾ ജിന്നുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കലക്കലുണ്ടാകുമ്പോൾ അബുവാലിബിനെ കേട്ട് പൊരിച്ചിട്ടുണ്ട് ഒരാള്. അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലരും കേൾക്കുമ്പോൾ അതൊക്കെ തട്ടിപ്പാണല്ലേ, അതൊക്കെ വെട്ടിപ്പാണല്ലേ. മനസ്സിലായെങ്കിൽ എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, ഖവീമുൽ ലിസാനി എന്ന കിതാബ് നമ്മൾ ദർസ് ഓതുമ്പോൾ അവസാനത്തിൽ കണ്ടൊരു ബൈത്താണത്. അതിന്റെ അർത്ഥം വെക്കാൻ ഒരു 90% മുതഅല്ലിമീങ്ങൾക്കും കഴിയൂല. ഞാൻ നിരവധി ദർസിൽ പഠിച്ച് കോളേജിൽ പോയ മൗലവിമാരെ ഇരുത്തിയിട്ട് ചോദിച്ചു, ഒരാൾക്കും അർത്ഥം വെക്കാൻ കഴിയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഗതി വാഴലൊക്കെ നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശൈലിയാണ്. എന്താ ചെയ്യുക, തലേക്കെട്ടും കെട്ടി ഒരു പച്ച ഷാളൊക്കെ ഇട്ടിട്ട് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുകയാണ്. എന്തിനു വേണ്ടിയാ പ്രസംഗിക്കുന്നത്? ജിന്നു മഹ്ലറയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് മറുപടി പറഞ്ഞതാണ്. അതിന്റെ തുടക്കത്തിൽ പറയുന്നത് കേൾക്കുന്നില്ലേ? ഒരാളിങ്ങനെ അബു അലവിയെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഇങ്ങനെ പൊരിക്കലുണ്ട് എന്ന് എനിക്ക് മറുപടി പറഞ്ഞതാണ്. ഇങ്ങനെ മറുപടി പറഞ്ഞ് ജിന്നു മഹ്ലറ പോലെയുള്ള ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളെ ഈ തലേക്കെട്ടുകാര് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ പുന്നാര ഹാരിസ് മദനി ഉമ്മാരുടെയൊക്കെ തൊലിയെങ്ങാണം റബ്ബർ ഷീറ്റ് കൊണ്ട് അടിച്ചാണോ? എന്തൊരു കട്ടിയന്മാർക്ക്! അല്ല ഞാലേക്ക് നാണം ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉമ്മാർക്ക് ഉണ്ടാകുന്നില്ലെന്ന് അറിയിക്കാൻ. അവിടെ ഇരിക്കുന്ന ആ ജിന്നുമൂലിയാരല്ല, അയാളെ വിളിപ്പിക്കാൻ വേണ്ടി വന്നേ. ഈ സംസാരിച്ച വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു അത്യാവശ്യം ദർശനം നടത്തുന്ന ആളാ. അദ്ദേഹത്തിന്റെ മഹലിൽ ഞാൻ ഓതിയ മറ്റത്തൂര് ഞാൻ ഓതിയതാ. അവരിലേക്ക് ഒരു പ്രതീക്ഷ. എന്ത് അവസ്ഥയാണെന്ന് ആലോചിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എങ്ങനെ സാധാരണക്കാരായ ആളുകൾ ഇത്തരം തട്ടിപ്പുകാരോടൊപ്പം പോകുമ്പോൾ നമ്മൾ വിമർശിക്കും. വലിയ തലേക്കെട്ടും താടി ഒല്ലിയൊക്കെ ഉള്ള ആളുകളാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ മുലിയാരെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇവൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ? ഇസ്ലാമിക ക്വാളിഫിക്കേഷൻ ഏത് ദർസിലാണ് ഓതിയത്? ഏത് ഉസ്താൻ്റെയൊക്കെ ഓതിയത്? എത്ര കൊല്ലം ഓതി? എന്താണ് ബിരുദം? എന്താണ് ഇവർക്ക് ഉമ്മത്തിന് ഇവരുടെ സംഭാവന? എന്താണ് കയ്യൊപ്പ്? എന്താണ്? ഒന്നുമില്ലാത്ത പടുജാഹിര്യങ്ങൾ അവർ ജീവിക്കാൻ വേണ്ടി ഹോട്ടൽ പൊട്ടുമ്പോഴും കടം കൊണ്ട് തെണ്ടുമ്പോഴും ഇത്തരത്തിലുള്ള പരിവേഷം, ആത്മീയ പരിവേഷവുമായി ഇവിടെ വന്ന് ജനങ്ങളെ ആത്മീയ ചൂഷണം നടത്തുമ്പോൾ, എടാ എന്തായാലും 10-14 വർഷം അല്ലെങ്കിൽ 12 വർഷം ആളുകൾ തിന്നാൻ തന്നു. അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം അവർ തന്നു. ചില വീട്ടിൽ അവർ ഭക്ഷണം തന്നു. യാതൊരുവിധ ദുനിവിയായ പ്രതിഫലേച്ഛയില്ലാതെ അവർ ആഖിറം മാത്രം ലക്ഷ്യമാക്കി തന്ന. എന്നാൽ ആ ചോറ് തന്ന മനുഷ്യരെ അവരുടെ ഈമാനെങ്കിലും കവരാതെ വിട്. അവരുടെ സമ്പത്ത് എന്തായാലും നിങ്ങൾ ഉള്ളയടിക്കുന്നു, അവരുടെ ഈമാനെങ്കിലും കവരാതെ വിട്. ആ മനുഷ്യന്മാരുടെ ദുനിയാവാഹുറം കളയാൻ വേണ്ടി ഇത്തരം തട്ടിപ്പുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ പിഴിഞ്ഞ് 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 നാശമാക്കുകയാണ്. എന്നിട്ട് അതിന് കുട പിടിക്കാൻ വേണ്ടി വലിയ ഉല്ലിയും തലേക്കെട്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് പറയുന്നത്, ഞാൻ ഇത് ചില സമയത്ത് വേഷം പറയുന്നത് അറിയാം. എൻ്റെ കയ്യിൽ നിന്ന് പോകും ചില സമയത്ത് വർത്താനം പറയുമ്പോൾ. ഹാരിസ് മദനി പറയുന്ന പോലെയല്ല. നമുക്ക് ഒരുത്തരെ അങ്ങനത്തെ ഭയമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ എന്നെ എന്താണ് ആധുനിക വഹാബിന്നോ കുഹാബിന്നോ മണ്ണാങ്കട്ടെന്ന് എന്ത് വിളിച്ചാലും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. മതയുക്തിവാദി എന്നോ എന്ത് മണ്ണാങ്കട്ടെ വിളിക്കാം. ഞാൻ പറയുന്ന ദീനല്ലെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ പറയുന്ന ദീനല്ലെങ്കിൽ ഇവിടുത്തെ ഉസ്താദന്മാരെ തിരുത്തണ്ടേ? എന്തെല്ലാം വൃത്തികേട്! ഇങ്ങനെ ജിന്നുകളെ, നിങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ ജിന്നുകളെ കൊണ്ടുവന്ന ആളുകളുടെ പ്രയാസവും മാറ്റിക്കൊടുക്കാവുന്ന ഏതെങ്കിലും ഒരു കിതാബിൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ സ്വാത്വികരായ ഏത് ആര്യമാണ് നമുക്കതിന് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്? ജിന്നാണ് മണ്ണാങ്കട. എടാ, അങ്ങനെ ഒരു ജിന്നിന് നിന്റെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ കടം നീ തീർക്കടാ. ഹോട്ടലും പൊട്ടി കടം കൊണ്ട് തിന്നുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ പ്രശ്നത്തെ, ആ പ്രോബ്ലം പോലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. കള്ള ഉടായ്പകൾ. എന്നിട്ട് നിർലജ്ജം വലിയ ഒല്ലിയൊക്കെ ഇട്ട് തലയൊക്കെ ഇട്ടിട്ട് ആളുകളെ അങ്ങനെ പിഴിയുക. എന്നിട്ട് വലിയ ഉപോത്ബലകമായ ചരിത്രം പറഞ്ഞ് ആ ചരിത്രമൊക്കെ നിങ്ങൾ 4 മടക്കി പോക്കറ്റ് വെച്ചേക്ക്. ഞങ്ങൾക്ക് ഇവിടെ സ്വാത്വികരായ ഞങ്ങളുടെ ആലിമ്യങ്ങളുണ്ട്. AP ഉസ്താദോ വേറൊരു ഉസ്താദോ സുലൈമാനോ ആരെങ്കിലും കാണിച്ചെന്ന വഴിയാണിത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരിക്കുട്ടി മരണപ്പെട്ടു പോയി. എത്ര വലിയ സ്വാത്വികനാണ് ആ മനുഷ്യൻ. അവരാരെങ്കിലും ഇത്തരത്തിലുള്ള പണിക്ക് പോയിട്ടുണ്ടോ? ഇസ്ലാമിക ചികിത്സയുണ്ട്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞ സംഗതിയാണ്. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആളുകളെ ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്ത് പച്ച കുഫരിയത്തിലേക്ക് ഒരു മനുഷ്യനെ വിടുകയാണ്. അവിടെ ആരെങ്കിലും പ്രതികരിച്ചാൽ അയാൾ വഹാബിയുടെ ഫിലിപ്പിന്റെ എടാ എന്നെ എന്തും മണ്ണാങ്കട വിളിച്ചാൽ നിന്റെ ഒന്നും ചെലവിനല്ലാത്ത കാലത്തോളം എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഹക്കായ ദീൻ, ആ ദീൻ അനുസരിച്ച് ജനങ്ങളെ ജീവിക്കാൻ വിടുക. അവരെ നിസ്സഹായത, അവരെ ദുർബലത അത് ചൂഷണം ചെയ്ത് അവരുടെ ഈമാനും കവർ ചെയ്ത് സമ്പത്തും കവർ ചെയ്ത് പാറ്റിച്ചിട്ട് അതിന് ചരിത്രം പറയാൻ വരുന്നിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് നാണുളുപ്പൊക്കെ വേണ്ടേ? നന്നായിട്ട് ദ്വാരന്നോടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിന് ആഭ്യന്തരം 1 മിനിറ്റ് ഒന്ന് നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചാൽ, ഇത് കിനാവ് മാത്രമാണേ. മറ്റെന്തിലേക്കും തിരിയുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ പയറും പടവളങ്ങയും ആദ്യം വലിച്ചു പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള പ്രവർത്തനത്തിൽ പോവുള്ളൂ.